السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله. أما بعد. റൗളത്തുൽ ഇൽമിലെ ബഹുമാനരായ പണ്ഡിതന്മാരെ, ജംഉം ഖസ്റും പാർട്ട് 19. ഖസ്റിന്റെ നിബന്ധനകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഖസ്റാക്കി നിസ്കരിക്കുന്ന ഒരു വ്യക്തി പൂർണ്ണമായി നമസ്കരിക്കുന്ന ഒരു ഇമാമിനോട് ഒരു അല്പസമയം പോലും ആ ആളോട് തുടരാൻ പാടില്ല. അങ്ങനെ തുടർന്നാൽ അവൻ പൂർണ്ണമായിട്ട് തന്നെ നമസ്കരിക്കണം. ഈ നിബന്ധനയെ സംബന്ധിച്ചുള്ള വിശദീകരണമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഒരു ഖസ്റായി നമസ്കരിക്കുന്ന ഇമാമിനോട് ഒരാൾ തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഖസ്റാക്കിക്കൊണ്ട്. ആ സമയത്ത് ആ ഇമാമിന്റെ നമസ്കാരം ബാത്തിലാകുന്ന ഒരു സാഹചര്യം വരികയും അവൻ നമസ്കാരത്തിൽ നിന്ന് പുറത്തു പോവുകയും ചെയ്തു ഇമാം. അത്തരം ഘട്ടത്തിൽ ഇവന്റെ നമസ്കാരത്തിന്റെ സ്ഥിതി എന്താണ്? വലൗ റഅഫൽ ഇമാമു റഅഫ റഅഫ റഅഫ. ഇമാമ് മൂക്കിൽ നിന്ന് രക്തം ഒലിച്ചവനായി. വഹുവ മിസാലുൻ. ഇവിടെ റഅഫ എന്ന് പറഞ്ഞ വിഷയം, മൂക്കിൽ നിന്ന് രക്തം വലിക്കുക എന്നുള്ളത് ഒരു മിസാലാണ്, ഉദാഹരണമാണ്. ഇതിൽ മദാറു അല ബുത്ലാനി സ്വലാത്തി. ഇമാമിന്റെ നമസ്കാരം ബാത്തിലാവുക എന്നതിന്റെ മേലാണ് അടിസ്ഥാനം, അടിത്തറ അതാണ്. അപ്പോ ഇമാമ് രക്തം മൂക്കിൽ നിന്ന് ഒലിച്ചവനായി, ഔ അഹദസ, അതല്ലെങ്കിൽ അവൻ അശുദ്ധിയുള്ളവനായി, അൽ മുസാഫിറുൽ ഖാസിറു. ഇമാമ് എന്ന് പറഞ്ഞാൽ യാത്രക്കാരനായ ഇമാമാണ്, ഖസ്റായി നമസ്കരിക്കുന്ന ഇമാമാണ്. അവനാണ് തരിമൂക്ക് പൊട്ടി രക്തം ഒലിച്ചത്. വസ്തഖ്ലഫ, അങ്ങനെ അവൻ വേറൊരാളെ വസ്തഖ്ലഫ, അവൻ പ്രതിനിധിയാക്കി. ബുത്ലാനി സ്വലാത്തിഹി, ഓനെ നമസ്കാരം ബാത്തിലായതിന്റെ പേരിൽ ഓൻ പ്രതിനിധിയാക്കി, വേറൊരാളെ ഖലീഫയാക്കി. ബിറുആഫിഹി, മൂക്കിൽ നിന്ന് രക്തം ഒലിച്ചത് കാരണമായി നിസ്കാരം ബാത്തിലായി. കസറത്തിഹി, അത് അധികരിച്ചതിന് വേണ്ടി. കമാ ഉലിമ മിമ്മാ ഖദ്ദംതുഹു ഫീ ശുറൂത്തി സ്വലാത്തി. നിസ്കാരത്തിന്റെ ഷർത്തുകളിൽ മുമ്പ് പറഞ്ഞത് എന്താണ്? മിൻ അന്നഹു യുഅഫ അൻ ഖലീലി ജമീഇൽ മനാഫിദ്. എല്ലാ ദ്വാരങ്ങളിൽ നിന്നും, ദ്വാരങ്ങൾ ഏതോ ആകട്ടെ, അതിൽ നിന്നെല്ലാം വരുന്ന രക്തത്തിൽ നിന്ന് കുറഞ്ഞതിനെ തൊട്ട് മാപ്പ് ചെയ്യപ്പെടും എന്നാണ് ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങളുടെ വീക്ഷണമുള്ളത്. ബഹുമാനപ്പെട്ട നിഹായ പറയുന്നത്, ഈ മൂക്കിൽ നിന്ന് രക്തം വരിക എന്ന് പറയുന്നത് വൈൻ ഖല്ല റുആഫു എന്നാണ്. ആ രക്തം എത്ര കുറഞ്ഞാലും ശരി. ലിഅന്ന ദമൽ മനാഫിദി ഗൈറു മഅഫൂബിൻ അൻഹു ഇൻദ ശൈഖിന മുഹമ്മദുർ റംലി മുത്ലഖ. ഇമാം റംലി തങ്ങളുടെ അടുക്കല് ഈ ദ്വാരങ്ങളിലൂടെ വരുന്ന രക്തം ഒന്നും വിട്ടുവീഴ്ച ചെയ്യപ്പെടാത്തതാണ്. മുത്ലഖൻ, അത് കുറഞ്ഞാലും കൂടിയാലും. ഖാലഫഹു ഹജർ ഫിൽ ഖലീലി, കുറഞ്ഞതാവുമ്പോ ഇമാം റംലി തങ്ങളോട് ഇബ്നു തങ്ങൾക്ക് എതിരുണ്ട്. കാരണം ലിഖ്തിലാത്തിഹി ബിൽ അജ്നബി, ലിഅന്ന ഇഖ്തിലാതഹു ബിൽ അജ്നബി ളറൂരിയ്യുൻ ഹുനാ. ഇബ്നു റംലി ഇമാം പറഞ്ഞത്, അജ്നബിയായ ഒന്നിനോട് ഈ മംഫദിലൂടെ വരുന്ന രക്തം കൂടിക്കലരൽ
അത് വറൂരിയാണ്, ഇവിടെ എന്തായാലും സംഭവിക്കും. അപ്പൊ അതുകൊണ്ട് കുറഞ്ഞതിൽ അഫവുണ്ട് എന്ന് ഇബ്നു തങ്ങൾ പറയുന്നുണ്ടെങ്കിലും റംലി ഇമാമ് കുറഞ്ഞാലും കൂടിയാലും ഒക്കെ അഫവില്ല എന്നാണ്. അപ്പൊ ഇവിടെ കസറത്തിഹി അധികരിച്ചത് കൊണ്ട് നിസ്കാരം ബാത്തിലായി എന്ന് തുഹ്ഫ അങ്ങനെയാണ് പറയുന്നത്. മറ്റുള്ളവര് രക്തം വന്നാൽ തന്നെ അവന് നിസ്കാരം ബാത്തിലാകും. എവിടെ നിന്ന്? മൂക്കിൽ നിന്ന്, അതുപോലെ മറ്റു ദ്വാരങ്ങളിൽ നിന്ന്. ഇനി രക്തം അല്ല മറ്റു നിസ്കാരം ബാത്തിലാവുന്ന കാര്യം സംഭവിച്ചാലും, അങ്ങനെ സംഭവിച്ച ഒരു ഘട്ടത്തിൽ വസ്തഖലഫ മുത്തിമ്മൻ പൂർത്തിയായി നമസ്കരിക്കുന്ന ഒരാളെയാണ് ഈ നിസ്കാരം ബാത്തിലായ ഇമാമ് ഖലീഫയാക്കി പ്രതിനിധിയാക്കി വെച്ചത്. വലോ ഗൈറ മുഖ്തദിൻ ബിഹി, ആ ഖലീഫയായി പ്രതിനിധിയായി ഇമാം നിശ്ചയിച്ചു നിർത്തിയ ആള് ഇമാമിനോട് പിന്തുടർന്നവനൊന്നുമല്ല, വേറൊരാളെയാണ്. തുടർന്നവനാണെങ്കിലും അല്ലെങ്കിലും ആരെയാണെങ്കിലും പൂർത്തിയായി നമസ്കരിക്കുന്നവനെയാണ് ഇവൻ ഖലീഫയാക്കിയതെങ്കിൽ അതമ്മൽ മുഖ്തദൂനൽ മുസാഫിറൂന, യാത്രക്കാരായ ഈ ഇമാമിനോട് തുടർന്നിരുന്നവരൊക്കെ പൂർത്തിയായി നമസ്കരിക്കണം. വഇല്ലം യൻവു അൽ ഇഖ്തിദാഅ ബിഹി, ഇവൻ ഖലീഫയാക്കി വെച്ച ഈ ആളോട് തുടരലിനെ മറ്റു മഅ്മൂമിങ്ങൾ കരുതിയിട്ടില്ലെങ്കിലും ശരി അവർ പൂർത്തിയായിട്ട് തന്നെ നമസ്കരിക്കണം. കാരണം ലി അന്നഹും ബി മുജറദിൽ ഇസ്തിഖ്ലാഫി സാറു മുഖ്തദീന ബിഹി ഹുക്മ, ഇവനെ ഖലീഫയാക്കുക എന്ന ആ ഒറ്റ പ്രക്രിയ കൊണ്ടു തന്നെ ഇവരായി മുഖ്തദീന ബിഹി, അവരാ ഖലീഫയായ പ്രതിനിധിയായ ആ ഇമാമിനോട് തുടർന്നവരായി ഹുക്മൻ കരുതിയിട്ടില്ലെങ്കിലും, തുടരലിനെ കരുതിയിട്ടില്ലെങ്കിലും വിധിയിൽ അവര് തുറന്നവരുടെ വിധിയാണ് അവർക്കുള്ളത്. വമിൻ തമ്മ, ഇതുകൊണ്ട് തന്നെ ലഹിഖഹും, ഈ ആദ്യത്തെ ഇമാമിനോട് തുടർന്നിരുന്ന ആ ആളുകളുണ്ടല്ലോ, അവരോട് ചേരും സഹുബുഹു, ഈ ഖലീഫയായി വെക്കപ്പെട്ടയാളുടെ മറവി ഇവരോട് ചേരും. തഹമ്മല സഹുവഹും, ആ ഈ ഇമാമ് അവരുടെ ഈ ആദ്യത്തെ ഇമാമിനോട് തുറന്നിരുന്ന ആളുകൾക്കുള്ള മറവിയെ ഇവൻ വഹിക്കുകയും ചെയ്യും എന്നാണ്. അപ്പോ അവൻ ഖലീഫയായി ഒരാളെ പൂർത്തിയായി നിസ്കരിക്കുന്ന ഒരാളെ വെച്ചു കഴിഞ്ഞാൽ അവനോട് തുടരലിനെ ഇവര് കരുതിയാലും ഇല്ലെങ്കിലും അവര് ഹുക്കുമൻ നിലക്ക് അവരോട് തുറന്ന ആളാണ്. അതുകൊണ്ട് ഇവർക്ക് ഇനി പൂർത്തിയായിട്ട് നമസ്കരിച്ചേ പറ്റൂ. നാം എങ്കിലും ഇന്നവൗ ഫിറാഖഹു, അവര് ഇമാമിനോട് വിട്ടുപിരിയലിനെ കരുതി. ഏത്? ഈ നിസ്കാരം ബാത്തിലായ ആ ഇമാമിനോട് വിട്ടുപിരിയലിനെ കരുതി. ഹീന അഹസ്സൂബി അവലി റുആഫിഹി ഔ ഹദസിഹി, അവനക്ക് മൂക്കിൽ നിന്ന് രക്തം വന്ന ആദ്യ ഘട്ടത്തിൽ തന്നെ ഇതറിഞ്ഞ സമയത്ത്, ഔ ഹദസിഹി, അതല്ലെങ്കിൽ അവനക്ക് അശുദ്ധി ഉണ്ടായ ആ ആദ്യ സമയത്തു തന്നെ അവരറിഞ്ഞു ഇവനക്ക് പ്രശ്നമുണ്ട് എന്നുള്ളത്, അപ്പൊ തന്നെ വിട്ടുപിരിയലിനെ കരുതി. ഖബില തമാമി ഇസ്തിഖ്ലാഫിഹി, ഓൻ വേറൊരാളെ പ്രതിനിധിയാക്കി വക്കൽ പൂർണ്ണമാവുന്നതിന് മുമ്പ് തന്നെ വിട്ടുപിരിയലിനെ കരുതിക്കണം. എന്നാൽ പിന്നെ കസറു, അവർക്ക് കസറാക്കാൻ കുഴപ്പമൊന്നുമില്ല. കാരണം അവര് ഇപ്പൊ ഈ ഖലീഫയായി വന്നവനോട് തുടർന്നവരുടെ ഹുക്കുമിൽ വരൂല. കാരണം മുമ്പിനെ വിട്ടുപിരിയലിനെ കരുതിയല്ലോ. കമാ ലൗലം യസ്തഖ്ലിഫുഹു ഹുവ, ഇമാമ് ഇങ്ങനെ ഒരാളെ ഖലീഫയാക്കാത്തപ്പോൾ കസറാക്കാം എന്നതുപോലെ തന്നെ ഇമാം ഒരാളെയും ഖലീഫയാക്കിയിട്ടില്ലെങ്കിൽ ഇവർക്ക് കസറാക്കി നിസ്കരിക്കാം. വരൽ മഹ്മൂമൂന, മഹ്മൂമിങ്ങളും ഖലീഫയാക്കി വെച്ചിട്ടില്ല ഒരാളെ. അവിസ്തഖ്ലഫ ഖാസിറൻ, അതല്ലെങ്കിൽ ഇമാമിന് ഖലീഫയാക്കി വെച്ചത് ഒരാളെ പ്രതിനിധിയാക്കി വെച്ചത് കസറായി നമസ്കരിക്കുന്ന ഒരാളെയാണ്, എന്നാലും ഇവർക്ക് കസറാക്കാം. അതല്ലെങ്കിൽ ഇവര് തന്നെ ഖലീഫയായി പകരമായി ഒരാളെ പിന്നെ ഇമാമാക്കി വെച്ചത് കസറായി നമസ്കരിക്കുന്ന ഒരാളെയാണ്.
അതല്ലെങ്കിൽ സ്വന്തം ഒരാള് ഖലീഫയായിട്ട് വന്നു, ആരും ഇവരാരും വെക്കാതെ തന്നെ, അവനും കസറായി നമസ്കരിക്കുന്നവരാണ്. ഈ സാഹചര്യത്തിലൊക്കെ ആ മഅ്മൂമീങ്ങളായ ആളുകൾക്ക് കസറായിട്ട് അവരുടെ നമസ്കാരം നിർവഹിക്കാവുന്നതാണ്. തുഹ്ഫ 2-388, ഷറഹുൽ മൻഹജ് ജമല് സഹിതം 1-605, ഷെർവാനി 2-388. വലവിസ്തഖലഫൽ മുത്തിമൂന മുത്തിമ. ഇനി ഇവിടെ തന്നെ പൂർത്തിയായി നിസ്കരിക്കുന്ന ആളുകൾ, ഖസ്റാക്കി നിസ്കരിക്കുന്നവരല്ല, അവരെന്ത് ചെയ്തു? പൂർത്തിയായി നമസ്കരിക്കുന്ന ഒരാളെ ഖലീഫയാക്കി. വൽ ഖാസിറൂന ഖാസിറൻ, ഖസ്റായി നമസ്കാരം നിർവഹിക്കുന്ന ആളുകൾ, ഖസ്റായി നിർവഹിക്കുന്ന ഒരാളെ അവർക്കുള്ള ഖലീഫയാക്കി വെച്ചു, ഇമാം നമസ്കാരം ബാത്തിലായി പുറത്തു പോയപ്പോ. എന്നാൽ ഫലികുല്ലിൻ ഹുക്മുഹു, ഓരോരുത്തർക്കും അവരുടെ വിധിയുണ്ട്. പൂർത്തിയായി നിസ്കരിക്കുന്ന ആളുകൾ അവരുടെ ഖലീഫയായിട്ട് പൂർത്തിയാക്കി നിസ്കരിക്കുന്ന ആളെ വെച്ചപ്പോൾ അവർക്ക് ആ നിലക്ക് പൂർത്തിയാക്കി നിസ്കരിക്കാം. ഖസ്റായി നമസ്കരിക്കുന്ന ആളുകൾ ഖസ്റായി നിസ്കരിക്കുന്ന ഒരാളെ ഖലീഫയാക്കി വെച്ചത് കൊണ്ട് അവർക്ക് ഖസ്റാക്കിയിട്ടും നിസ്കാരം നിർവഹിക്കാം. ഷെർവാനി 2-388, ജമല് 1-605. ഇനി ഇമാമിന്റെ നിയ്യത്ത് എന്താണ്? ഓൻ ഖസ്റാക്കിയിട്ടാണോ കരുതിയിരിക്കുന്നത്, അതല്ല പൂർത്തിയാക്കിയിട്ടാണോ കരുതിയിരിക്കുന്നത് എന്ന് അറിയാതെ വന്നു. വലോ ജഹില നിയ്യത്ത ഇമാമിഹിൽ മുസാഫിർ, ഒരു ഖസ്റായി നമസ്കരിക്കാൻ ഉദ്ദേശിക്കുന്ന യാത്രക്കാരൻ അറിയാത്തവനായി നിയ്യത്ത ഇമാമിഹിൽ മുസാഫിരി, യാത്രക്കാരനായ ഓന്റെ ഇമാം യാത്രക്കാരനാണ്, ഓന്റെ നിയ്യത്ത് എന്താ, ഓൻ ഖസ്റായിട്ടാണോ എന്ന് എന്താണെന്ന് അറിയണില്ല. അല്ലത്ത അലൈഹ, അങ്ങനെ ആ നിയ്യത്തിന്റെ മേൽ ഓനൊരു ബന്ധിപ്പിച്ചു, ഇമാമിന്റെ നിയ്യത്തിന്റെ മേൽ അവൻ തഅലീഖാക്കി ബന്ധിപ്പിച്ചു. ഫഖാല, ഓൻ നിയ്യത്തിൽ പറഞ്ഞു, ഇൻ ഖസറ ഖസർതു, ഇമാമ് ഖസറാക്കുന്നുവെങ്കിൽ ഞാനും ഖസറാക്കുന്നു. വൈൻ അത്തമ്മ അത്തുമംതു, ഇമാമ് പൂർത്തിയായി നിസ്കരിക്കുകയാണെങ്കിൽ ഞാനും പൂർത്തിയാക്കി നിസ്കരിക്കുന്നവനാണ് എന്ന രീതിയിൽ നിയ്യത്തിൽ അവൻ കൊണ്ടുവന്നാൽ അവിടെ വജ്ഹാനി മഷ്ഹൂറാണ്. ഇവിടെ അറിയപ്പെട്ട രണ്ട് അഭിപ്രായം ഉണ്ട് അസ്ഹാബിന്. അസഹുമാ, ആ രണ്ട് മഷ്ഹൂറായ ആ വീക്ഷണത്തിൽ നിന്നും പ്രബലമായത് സിഹത്തു തഅലീഖ്, ഇങ്ങനെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഇമാമിന്റെ നിയ്യത്തിനോട് ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഇവന്റെ ഈ നിയ്യത്ത് വെച്ചുള്ള നിസ്കാരം സഹീഹാണ്. ഫൈൻ അത്തമ്മൽ ഇമാമു അത്തമ്മ, ഇമാമ് പൂർത്തിയാക്കി നിസ്കരിക്കുകയാണെങ്കിൽ അവർക്ക് പൂർത്തിയാക്കി നിസ്കരിക്കാം. വൈൻ ഖസറ ഖസറ, ഓൻ ഖസറാക്കി നിസ്കരിക്കുകയാണെങ്കിൽ ഇവന് ഖസറാക്കി നിസ്കരിക്കാം. കാരണം അന്നല്ലാഹിറ മിൻ ഹാലിൽ മുസാഫിരി അൽ ഖസറു, മുസാഫിറിന്റെ അവസ്ഥയിൽ നിന്നും ബാഹ്യമായത് ഓൻ ഖസ്റായി നിസ്കരിക്കുക എന്നുള്ളതാണ്. മുഖ്തദൽ ഇത്ലാഖ് ഹുവ മാനവ, ഇത്ലാഖ് തേടുന്നത് ഇവൻ കരുതിയ ഒന്നാണ്. അപ്പൊ അതുകൊണ്ട് ഓനക്ക് നിസ്കാരം സഹിഹാവും, ഖസ്റായി നിസ്കരിക്കാം. ഇമാമ ഖസ്റാക്കുകയാണെങ്കിൽ പൂർത്തിയാക്കുകയാണെങ്കിൽ പൂർത്തിയാക്കി നിസ്കരിക്കാം. ഷറഹുൽ മുഹദ്ദബ് 4-295. ഞമ്മായിദ അലിമ ഔ വന്ന ഇമാമഹു മുസാഫിറ, ഇനി ഇവൻ അറിഞ്ഞു, അതല്ലെങ്കിൽ ഇവനക്കൊരു ഭാവന ഇവന്റെ ഇമാമിനെ സംബന്ധിച്ച് മുസാഫിറാണ്. അലിമ ഔ വന്ന, ഓനക്കറിയാം അതല്ലെങ്കിൽ ഓനക്ക് ഭാവനയുണ്ട്, അന്നഹു നവൽ ഖസ്റ, ഓൻ ഖസ്റിനെയാണ് കരുതിക്കണെന്ന് ഇവനക്ക് ഉറപ്പായിട്ട് അറിയാം, അതല്ലെങ്കിൽ ഇവനക്ക് വലബത്തു തന്നെ ഉണ്ട്. എന്നാ ഫലഹു അൻ യഖ്സുറ ഖൽഫഹു, ഓന്റെ പിന്നിൽ ഖസ്റായിട്ട് ഇവനക്ക് നിസ്കരിക്കാം. വക്കദാ ലൗ അലിമ ഔ വന്നഹു മുസാഫിറ, ഇപ്രകാരം തന്നെയാണ് ഓനക്ക് അറിയാം അതല്ലെങ്കിൽ ഓനക്ക് ഭാവനയുണ്ട് ഈ ആളെ സംബന്ധിച്ച് മുസാഫിറാണ്. വലം യദ്രി അന്നവൽ ഖസ്റ അംല, ഓൻ ഖസ്റിനെ കരുതിയോ ഇല്ലെന്ന് ഇവനക്ക് കൃത്യമായിട്ട് അറിയില്ല.
എന്നാൽ ഫലഹുൽ ഖസ്റു വറാഅഹു ബിൽ ഇത്തിഫാഖ്, ഓന്റെ പിന്നിലും ഇവനക്ക് ഖസ്റാക്കി നിസ്കരിക്കാം. അതിൽ അസ്ഹാബിന് ഏകോപിച്ച അഭിപ്രായമാണ്. വലാ യളുറുഹു ശക്കു ഫീ നിയ്യത്തി ഇമാമിഹി, ഇമാമിന്റെ നിയ്യത്തിൽ ഇവനക്കുള്ള ആ സംശയം അത് പ്രയാസം വരുത്തൂല. ലി അന്നല്ലാഹിറ മിൻ ഹാലിൽ മുസാഫിർ നിയ്യത്തുൽ ഖസ്ദി, കാരണം ഇമാമിൻ മുസാഫിറായ ആളുടെ അവസ്ഥയിൽ നിന്നും ബാഹ്യമായിട്ടുള്ളത് ഖസ്റിനെ കരുതലാണല്ലോ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ കരുതിയിട്ടുണ്ടാവും എന്നുള്ള നിലക്ക് ഓനെ തുടരാം. പൂർത്തിയായി നിസ്കരിക്കാന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പറ്റൂല, അല്ലെങ്കിൽ അത് പറ്റും എന്നാണ് ഷർഹുൽ മുഹദ്ദബ് 4/295 പറഞ്ഞിട്ടുണ്ട്. ഇത്തിഫാഖാണ് അത് അങ്ങനെ ഖസ്റാക്കി നിസ്കരിക്കാൻ പോകാൻ പിന്നിൽ എന്നുള്ളത്. വകദാലൗ ആദൽ ഇമാമു വഖ്തദാ ബിഹി, ഇപ്രകാരം തന്നെ ഇമാമ് നമസ്കാരത്തിലേക്ക് മടങ്ങി വന്നു. ആ മടങ്ങി വന്ന സമയത്ത് വഖ്തദാ ബിഹി, അവനോട് തുടർന്നാൽ യൽസമുഹുൽ ഇത്മാമു, ആ സമയത്ത് ഇവനക്ക് ഇത്മാമ് നിർബന്ധ, ഈ തുടർന്ന ആൾക്ക്. കാരണം ലിഖ്തിദാഇഹി ബി മുഖിമ്മിൻ ഫി ജുസ്ഇൻ മിൻ സ്വലാത്തിഹി, ഓന നിസ്കാരത്തിൽ നിന്നുള്ള ഒരു അല്പഭാഗത്തിൽ ഓൻ പൂർത്തിയായി നിസ്കരിക്കുന്ന ആളോട് തുടർന്നു. അതുകൊണ്ട് ഇത്മാമ് നിർബന്ധമായി വരും എന്ന് തുഹ്ഫ 2388 പറയുന്നു. ഇനി മുത്തിമിനോട് തുടരാൻ പാടില്ല എന്നുള്ളത് പോലെ തന്നെയാണ് യാത്ര സംശയിക്കപ്പെട്ടവനോടും തുടരാൻ പാടില്ല. മുസാഫിർ അങ്ങനെയാണോ എന്ന് സംശയം. വലാബി മഷ്കൂക്കി സഫരി വലാ യഖ്തദിയ ബി മുത്തിമിൻ വലാബി മഷ്കൂക്കി സഫരി, യാത്ര സംശയിക്കപ്പെട്ടവനോടും തുടരാൻ പാടില്ല. വൈൻ ബാന മുസാഫിറ, മുസാഫിറാണെന്ന് പിന്നെ വ്യക്തമായാലും ശരി പറ്റൂല. എന്തുകൊണ്ട്? അന്നഹു ഹീനഇദില്ലം യജ്സിം ബി നിയ്യത്തിൽ ഖസ്രി, ഈ മുസാഫിർ തന്നെയാണോ സംശയം വന്ന സമയത്ത് ഖസ്റിന്റെ നിയ്യത്ത് കൊണ്ട് നമുക്ക് ഉറപ്പിച്ചിട്ടില്ല. എത്തരത്തിൽ വൽ ജസ്മു ബിഹാ ഷർത്തുൻ, ഖസ്റിന്റെ നിയ്യത്ത് കൊണ്ട് ഉറപ്പിച്ച് നിയ്യത്ത് ചെയ്യുക എന്നുള്ളത് ഷർത്താണ്. ബുശ്റൽ കരീം 1/139. ഇത് സഫർ സംശയിക്കപ്പെട്ട ആളെ പിന്നിലാകുമ്പോഴത്തെ അവസ്ഥ. മുസാഫിറാണെന്നുള്ള കാര്യം ഉറപ്പുള്ളോടത്ത് ഖസ്റിനെ കരുതിക്കണോ ഇല്ലേ എന്നുള്ള സംശയം വരുന്നോടത്ത് തഅലീഖാക്കുമ്പോൾ ആ പ്രശ്നം വരുന്നില്ല. കാരണം അവിടെ ളാഹിർ ഓൻ കരുതലാണ് എന്നുള്ള നിലക്ക്. ഷർഹുൽ മുഹദ്ദബിൽ പറഞ്ഞ ഒരു മുസാഫിറായ ആളാണെന്ന് ഉറപ്പുണ്ട്, അതല്ലെങ്കിൽ ഭാവനയുണ്ട്, ആ സമയത്ത് മുസാഫിറായ ഈ ഇമാമ് നിയ്യത്തിൽ ഖസ്റിനെ കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന സംശയമാണുള്ളത്. എങ്കിൽ ഇവനക്ക് ഖസ്റാക്കി നിസ്കരിക്കൽ ജായിസാണ്. ഓൻ ഖസ്റാക്കുമ്പോ അല്ലെങ്കിൽ പൂർത്തിയാക്കി നിസ്കരിക്കാം. അപ്പോ ഓന്റെ നീയത്തിനെ അവന്റെ നീയത്തുമായി ബന്ധിപ്പിച്ചുകൊണ്ട് അവനക്ക് നീയത്ത് ചെയ്ത് നമസ്കരിക്കാം. ഇൻ ഖസറ ഖസർതു വഇല്ലാ തുമംതു എന്ന നിലക്ക് തഅലീഖാക്കി നിസ്കരിക്കാം എന്ന് നേരത്തെ ഷർഹുൽ മുഹദ്ദബിൽ പറഞ്ഞ ആ വിഷയം തുഹ്ഫ 2/390 ഷർഹുൽ മന്നജ് 1/606 പറഞ്ഞിട്ടുണ്ട്. ഇനി മറ്റൊരു നിബന്ധന, മൂന്നാം നിബന്ധന, ഖാസിറിനുള്ള ഖസ്റായി നമസ്കരിക്കുന്നവനക്കുള്ള മൂന്നാം നിബന്ധന, ചുരുക്കി നിസ്കരിക്കുന്നു എന്ന ആ നിയ്യത്തിനോട് എതിരായി ഒന്നും നിസ്കാരത്തിനിടയിൽ മനസ്സിൽ കൊണ്ടുവരാൻ പാടില്ല. അത് നിബന്ധനയാണ്. ചുരുക്കി നിസ്കരിക്കുന്നു, ഖസ്റാക്കി ഞാൻ നിസ്കരിക്കുന്നു എന്ന ഓന്റെ നീയത്തിനോട് എതിരായി ഒന്നും നിസ്കാരത്തിനിടയിൽ മനസ്സിൽ കൊണ്ടുവരാൻ പാടില്ല. അതാണ് മൂന്നാമത്തെ നിബന്ധന ഖസ്റാക്കുന്നവനുള്ള. വത്തഹറുസു അൻ മുനാഫിഹ ഐ നിയ്യത്തുൽ ഖസ്ർ, ഖസ്റിന്റെ നീയത്തിനോട് എതിരായി വരുന്ന കാര്യങ്ങളെ തൊട്ട് സൂക്ഷിക്കണം. ദവാമൻ ഐ ഫി ദവാമി സ്വലാത്തി, നിസ്കാരം
നിസ്കാരത്തിൽ അവൻ നിലകൊള്ളുന്ന സമയത്തൊക്കെ അതെങ്ങനെ അല്ല യതറദ്ദദ ഫിൽ ഇത്മാമി പൂർത്തിയാക്കണോ എന്ന വിഷയത്തിൽ ഒരു ഇടയാട്ടം എന്താ വേണ്ടത്? ഫദ്ലൻ അനിൽ ജസ്മി ബിഹി പൂർത്തിയാക്കണം എന്ന് ഉറപ്പിച്ചാൽ നിർവാഹമില്ല. ഏതായാലും തസ്റാക്കി നിസ്കരിക്കുന്നു എന്ന നിയ്യത്ത് ചെയ്ത് നിസ്കാരത്തിൽ പ്രവേശിച്ച അവൻ ഇപ്പോ ഇടക്ക് വെച്ചിട്ട് നീ പൂർത്തിയാക്കണോ ആക്കണ്ടേ എന്താ വേണ്ട ഒരു ഒരു തറദ്ദുദ് അവർക്ക് വന്നു പോയാൽ അപ്പോ പിന്നെ ഖസ്ർ എന്നുള്ള ആ ഇളവ് നഷ്ടപ്പെടും. അവൻ പൂർത്തിയാക്കി നിസ്കരിച്ചു കൊള്ളണം. സുഹഫ 2390, ഷർഹുൽ മന്നജ് 1606, ഷർഹു ബാഫത്തുൽ 249. വലോ അഹ്റമ ഖാസിറൻ ഒരാള് ഖസ്റാക്കിക്കൊണ്ടാണ് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിയത്, ഖസ്റിനെ കരുതിക്കൊണ്ട്. സുമ്മ തറദ്ദദ പിന്നെ ഓനക്കൊരു ഇടയാട്ടം ഫി അന്നഹു യഖ്സുറു അം യുതിമ്മു അവൻ പൂർത്തിയാക്കുകയാണോ വേണ്ടത് ഖസ്റാക്കുകയാണോ വേണ്ടത് എന്നുള്ള വിഷയത്തിൽ ഒരു ഇടയാട്ടം. ഔ അഹ്റമ അതല്ലെങ്കിൽ ഓന് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി സുമ്മ ശക്ക പിന്നെ അവർക്ക് സംശയം ഫി അന്നഹു നവൽ ഖസ്റ ഔല ഖസ്റിനെയാണോ കരുതിയത് ഖസ്റിനെ കരുതിയിട്ടില്ല അങ്ങനെ സംശയം. ആദ്യം പറഞ്ഞത് ഖസ്റാക്കി നിർവഹിക്കുന്നു എന്ന ആ നിയ്യത്തിൽ നിസ്കാരത്തിൽ പ്രവേശിച്ചു. ശേഷം പിന്നോക്ക് എന്താ വേണ്ടത് ഖസ്റാക്കാണോ വേണ്ടത് അതല്ല പൂർത്തിയാക്കുകയാണോ വേണ്ടത് ഇങ്ങനെ ഒരു സംശയം. രണ്ടാമത് പറയുന്നത് ഓ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിയപ്പോ ഓനക്ക് പിന്നെ സംശയം വന്നു ഖസ്റിനെ കരുതിയോ കരുതിയില്ലേ അങ്ങനത്തെ ഒരു ഘട്ടം. ഇനി അതല്ല വേറൊരു രൂപം ഔ കാമ ഇമാമുഹുലി സാരിസത്തിൽ ഓന്റെ ഇമാമ് 3ലേക്കാണ് നിന്നു ഫശക്ക ഐ തറദ്ദദ അപ്പൊ ഇവൻക്കൊരു സംശയം അൽ ഹുവ മുത്തിമുൻ അം സാഹിൻ ഇമാമ് പൂർത്തിയാക്കി നിസ്കരിക്കുകയാണോ അതല്ല മറന്നതാണോ എന്താ ഉണ്ടായത് ഇമാമ് 3ലേക്ക് നിന്നു. അപ്പൊ ഇങ്ങനെ ഈ 3 രൂപത്തിലും അത്തമ്മ ഈ മഅ്മൂം എന്ത് ചെയ്യണം പൂർത്തിയാക്കി നിസ്കരിക്കുകയാണ് വേണ്ടത്. വഇംബാന അന്നഹു സാഹിൻ ഇവനക്ക് പിന്നീട് വ്യക്തമായി ഇമാമ് മറന്നിട്ടാണ് 3ലേക്ക് എഴുന്നേറ്റത് എന്ന് വ്യക്തമായാലും ശരി. കാരണം തറദ്ദുദ് ഫിൽ ഊല ഇവിടെ ഓനക്ക് ഇടയാട്ടം വന്നു. ആദ്യം പറഞ്ഞ രൂപത്തില് ഖസ്റാക്കലിനെ കരുതിയിട്ട് നിസ്കാരത്തിൽ പ്രവേശിച്ച ആൾക്ക് എന്താ വേണ്ടത് എന്നുള്ള ഒരു ഇടയാട്ടം വന്നത് കൊണ്ട് അതാണ് ഒരു കാരണം. പിന്നെ വലിയ അന്നൽ അസ്ലഫി താനിയത്തി രണ്ടാമത്തെ രൂപം തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിയ ശേഷമാണ് സംശയം വന്നത് ഖസ്റിനെ കരുതിയോ ഇല്ലേ. അവിടെ അസ്ലുള്ളത് അദമു നിയ്യത്ത് നീത് ചെയ്യാതിരിക്കലാ. നീത് ചെയ്തോ ഇല്ലേ സംശയം വന്നോട്ട് ചെയ്യാതിരിക്കലാണ് അസ്ല്. അതുകൊണ്ട് അവിടെയും ഇത്മാമാക്കണം. തദക്കുറുഹാൻ ഖുർബിൻ ഈ നിയ്യത്തിനെ അവനക്ക് ഓർമ്മ വരല് അടുത്ത സമയത്ത് തന്നെ ഓർമ്മ വരിക എന്നുള്ളത് ലാ യുഫീദുഹുന അത് ഇവിടെ ഫലം ചെയ്യൂല. കാരണം ഓന്റെ നിസ്കാരത്തിൽ നിന്ന് ഒരു അല്പഭാഗം പൂർത്തിയായ അവസ്ഥയിൽ കഴിഞ്ഞുപോയി. എന്നെ സലാത്തവും മുൻ സലാത്തും നിസ്കാരം കെട്ടുപൊട്ടിക്കണല്ലോ. അതുകൊണ്ട് ആ നിസ്കാരത്തിൽ നിന്ന് അല്പം ഇത്തിമാമ് എന്നുള്ള നിലക്ക് നടന്നു കഴിഞ്ഞു പോയത് കൊണ്ട് ഇനി നമുക്ക് ഖസ്റാക്കാൻ നിർവാഹം ഇല്ല. 2391, ഷർഹുൽ മന്നജ് 1/606. ഇനി തഹറുസു അൻ മുനാഫിഹ ഖസ്റിന്റെ നിയ്യത്തിനോട് എതിരായി വരുന്ന കാര്യങ്ങളെ തൊട്ട് സൂക്ഷിക്കണം എന്നാണല്ലോ പറഞ്ഞത്. അന്നസ്തിദാമത്ത നിയ്യത്തിൽ ഖസ്രി കാരണം അല്ലാതെ അവിടെ എന്തു വേണ്ട ലസ്തിദാമത്തു നിയ്യത്തിൽ ഖസ്രി ഖസ്റിന്റെ ആ നിയ്യത്ത് നിസ്കാരം തുടങ്ങി അവസാനിക്കുന്നത് വരെ മനസ്സിൽ വേണം എന്നല്ല പറഞ്ഞത്.
ഖസറിന്റെ നീയത്തിനോട് എതിരായ കാര്യങ്ങളെ തൊട്ട് സൂക്ഷിക്കണം എന്ന് പറഞ്ഞത് ഇവിടെ ഇടയാട്ടം വരാൻ പാടില്ല എന്താ വേണ്ടത് എന്നുള്ള കാര്യത്തിൽ. അതല്ലാതെ അതിന്റെ ഉദ്ദേശം ലസ്തിദാമത്തു നീയത്തിൽ ഖസ്രി, ഖസറിന്റെ നീയത്ത് നിലനിൽക്കലല്ല. ഐ ബിമഅന അന്നഹു യുലാഹിളുഹാ ദായിമൻ ഫലൈസത് ബിശർത്തിൻ. നിസ്കാരം തുടങ്ങി അവസാനിക്കുന്നത് വരെ ഞാൻ ഖസറാക്കുന്നു എന്നുള്ള ആ ഒരു കരുത്ത്, ആ ഒരു നീയത്ത് മനസ്സിൽ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കണം എന്ന അർത്ഥത്തിലല്ല പറയണത്. അപ്പോ അവിടെ ഈ ഖസറിന്റെ നീയത്തിനോട് എതിരായ കാര്യങ്ങളെ തൊട്ട് സൂക്ഷിക്കണം എന്ന് പറഞ്ഞതിന്റെ വിശദീകരണം ഈ പറഞ്ഞ രീതിയിലാണ്. ഇനി ഇമാമിന് ഖസർ നിർബന്ധമുള്ള ആണെങ്കിൽ അവൻ 3-ലേക്ക് എഴുന്നേറ്റാലോ? ചിലപ്പോ അങ്ങനെ വരും. ഇപ്പൊ ഉദാഹരണമായി ഒരു ഹനഫി മദ്ഹബുകാരനായ ഇമാം ലൗ ഔജബ ഇമാമഹു അൽ ഖസ്റു, ഇവന്റെ ഇമാമിന് ഖസ്ർ നിർബന്ധമാണ് എങ്കിൽ കഹനഫിയിൻ ബഅദ സലാസി മറാഹില, 3 മർഹല വിട്ടുകടന്ന ശേഷം അങ്ങനെയുള്ള ഒരു ഹനഫി മദ്ഹബുകാരനായ അയാൾക്ക് ഖസ്ർ നിർബന്ധം. അങ്ങനെയുള്ള ഒരു ഹനഫി മദ്ഹബുകാരനാണ് ഇമാമ്. ഓരെന്ത് ചെയ്തു? 3-ലേക്കാണ്ട് എഴുന്നേറ്റു. ലം യൽസമുഹു ഇത്മാമുൻ, അവനെ തുടർന്ന ഈ 3-ലേക്ക് എഴുന്നേറ്റ ആ ഇമാമിനെ തുടർന്ന ഒരു ശാഫിഈ ആയ ഒരാൾക്ക് ഇത്മാമ് നിർബന്ധമില്ല, പൂർത്തിയായിട്ട് നിർവഹിക്കൽ നിർബന്ധമില്ല. നേരത്തെ നമ്മൾ പറഞ്ഞത് ഇമാമ് 3-ലേക്ക് എഴുന്നേറ്റപ്പോ പല സംശയം വന്നു പോയാല് ഇവൻ പൂർത്തിയായി നിസ്കരിക്കണം എന്ന് പറഞ്ഞു. അത് ഇവിടെ വരൂല. ഹംലൻ ലി ഖിയാമിഹി അല സഹബി, കാരണം ഇമാമിന്റെ ആ നൃത്തം, ഹനഫി മദ്ഹബുകാരനായ ഇമാമിന്റെ ആ നൃത്തത്തെ മറവിയുടെ മേൽ ചുമത്തിയതിന് വേണ്ടി, അത് മറവിയാണ്. ബൽ യതഖയ്യറു ബൈന അൻ യുഖ്രിജ നഫ്സഹു മിൻ മുതാബഅതിഹി, പിന്നെ ഓൻ എന്ത് ചെയ്യണം? ഓൻക്ക് ഇഷ്ടം ചെയ്യാം ആ ഇമാമിനോട് തുടരലിനെ തൊട്ട് ഓന്റെ നഫ്സിനെ പുറപ്പെടുവിക്കലിന്റെ ഇടയിൽ ഇങ്ങനെ പുറപ്പെടുവിക്കുക. എന്നിട്ട് വയസ്തുദലി സഹബി, സഹബിന് വേണ്ടി സുജൂദ് ചെയ്യുക. വയുസല്ലിമ, സലാമും വീട്ടുക. കാരണം തവജ്ജുഹി സുജൂദി അലൈഹിമ, ഇമാമിന്റെ മേലും മഅ്മൂമിന്റെ മേലും സഹബിന്റെ സുജൂദ് മുന്നിട്ടിട്ടുണ്ട്. കാരണം ഖിയാമിൽ ഇമാമി സാഹിയ, ഇമാമ് മറന്നവനായിട്ട് എഴുന്നേറ്റല്ലോ, അതുകൊണ്ട് രണ്ടാൾക്കും സുജൂദ് സുന്നത്താണ്. അവൻ നിലക്ക് ഇവൻ ഇമാമിനോട് വിട്ട് പിരിഞ്ഞിട്ട് സഹബിന്റെ സുജൂദ് ചെയ്യുക, സലാം വിട്ടുക. അപ്പൊ ബൈന യന്തളിറഹു, ഇനി എന്തും ചെയ്യാം അവനക്ക്, ഇമാമിനെ അവനക്ക് പ്രതീക്ഷിക്കാം. ഹത്താ യഊദ, മടങ്ങി വരുന്നത് വരെ. മടങ്ങി വന്ന വീണ്ടും വയസ്തുത ആയവൻ ഇവൻ വീണ്ടും സുജൂദ് ചെയ്യണം സഹുവിന്റെ. അവിടെയും വരും, കാരണം ഇമാമിന് മറവി സംഭവിച്ചതല്ലേ. അങ്ങനെയാണ് വേണ്ടത്. തുഹഫ 2391, കുറുദി 249-50. ഖസ്റായി നമസ്കരിക്കുന്നവനക്കുള്ള അടുത്ത നിബന്ധന, 4-ാമത്തെ നിബന്ധന, നിസ്കാരം തീരും വരെ യാത്രയിലാവണം. ഖസ്റായി നമസ്കരിക്കുന്നവനക്കുള്ള നിബന്ധനയാണ് നിസ്കാരം ഖസ്റായി നിർവഹിക്കുന്ന ആ നമസ്കാരം തീരും വരെ അവൻ യാത്രയിലായിരിക്കണം എന്നുള്ളത്. വയുഷ്തർത്തു ലിൽ ഖസ്രി, ഖസ്റിന് ഷർത്താണ് കൗനുഹു അയ്യന്നാവീലഹു, ഖസ്റിനെ കരുതിയവനാകണം, മുസാഫിറൻ, യാത്രക്കാരനാകണം, ഫി ജമീഇ സ്വലാത്തിഹി, ഓന നിസ്കാരം മുഴുവത്തിലും, നിസ്കാരം മുഴുവൻ പൂർണ്ണമാവുന്നത് വരെ യാത്രക്കാരനാകണം എന്ന് പറഞ്ഞാൽ വലാ യതഹഖഖു ദാലിക ഇല്ലാ ബിൽ ഇത്തിയാനി ബിൽ മീമി മിൻ അലൈക്കും, അസ്സലാമു അലൈക്കും എന്നുള്ളതിലെ മീമിനെ കൊണ്ടുവരൽ കൊണ്ടല്ലാതെ ഓന്റെ ആ നിസ്കാരം മുഴുവത്തിലും എന്നുള്ളത് ഉറപ്പാവൂല. അപ്പൊ മീം അലൈക്കും എന്ന ആ മീമിനെ കൊണ്ടുവരുന്നത് വരെയും അവൻ മുസാഫിറാകണം. ഫലോ നവൽ ഇഖാമത്ത അൽ മുനാഫിയത്തൽ തറഖുസി ഫീഹ, അപ്പോ ഈ യാത്രയുടെ
വിടുതിക്ക് എതിരായി വരുന്ന ഇഖാമത്തിനെ ഒരാൾ കരുതി നിസ്കാരത്തിൽ, ഔ ശക്ക ഫീ നിയ്യത്തിഹ, അതല്ലെങ്കിൽ ഇഖാമത്തിനെ കരുതിയോ എന്നതിൽ സംശയം വന്നാൽ, ഔ ബലഗത്ത് സഫീനത്തുഹു ഫീഹ ദാറ ഇഖാമത്തി, അതല്ലെങ്കിൽ അവൻ സഞ്ചരിക്കുന്ന കപ്പല് ഓൻ നിസ്കരിച്ചു കൊണ്ടിരിക്കെ ഓൻ താമസിക്കുന്ന ആ പ്രദേശത്തേക്കാണ്ട് എത്തി, ഔ ഷക്ക, അതല്ലെങ്കിൽ നമുക്ക് സംശയം വന്നു, ഹൽ ബലഗത്ത് ഹ, ഓൻ സഞ്ചരിക്കുന്ന കപ്പൽ ഓൻ താമസിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് എത്തിയോ എന്ന് സംശയം വന്നാൽ, ഈ രൂപത്തിലൊക്കെ അത്തമ്മ ഓൻ പൂർത്തിയാക്കി നമസ്കരിക്കണം. കാരണം ലിസവാലി സബബി റുഖ്സത്തി, ലിസവാലി തഹഖുഖി സബബി റുഖ്സത്തി, റുഖ്സക്കുള്ള കാരണം സ്ഥിരപ്പെട്ടിട്ടുണ്ടോ, ആ സ്ഥിരപ്പെടല് നീങ്ങിയിട്ടുണ്ട്, റുഖ്സയുടെ കാരണം നീങ്ങിയിട്ടുണ്ട്. വൈലം എൻവിൽ ഇത്തുമാമ, ഇത്തുമാമിനെ ഓൻ കരുതിയിട്ടില്ലെങ്കിലും ശരി, കാരണം ഇതിൽ ഇത്തുമാമ് മുന്തരിജും ഫി നിയ്യത്തിൽ ഖസ്രി, ഇത്തുമാമ് എന്നുള്ളത് ഖസ്റിന്റെ നിയ്യത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇനി ഇത്തുമാമ് പൂർത്തിയാക്കി നിസ്കരിക്കാന്ന് കരുതിയിട്ടില്ലെങ്കിലും ഓൻ പൂർത്തിയാക്കി നിസ്കരിക്കുകയാണ് വേണ്ടത്. ആ പൂർത്തിയാക്കി നിസ്കരിക്കുക എന്നുള്ളത് ഖസ്റിന്റെ നിയ്യത്തിൽ ഉൾപ്പെടുന്നുണ്ട്. ഇപ്പൊ കന്നഹു നവൽ ഖസ്റ മാലം യാരിദ് മൂജിബുൽ ഇത്മാമി എന്നാണ് അവിടെ ഓനെ നിയ്യത്തിന്റെ ഉദ്ദേശം തന്നെ. ഓൻ ഖസ്റിനെ കരുതിയവനെ പോലെയാണ് അവനക്ക് ഇത്മാമിനെ നിർബന്ധമാക്കുന്ന കാര്യം ആരിദായി വന്നില്ലെങ്കിൽ ഖസ്റായി നിസ്കരിക്കുന്നു എന്നാണ് ഖസ്റാക്കി നിയ്യത്ത് ചെയ്തവന്റെ ആ നിയ്യത്തിന്റെ ഉദ്ദേശമുള്ളത്. അപ്പൊ അതുകൊണ്ട് യാത്ര തുടങ്ങി ഖസ്റാക്കി നിസ്കരിക്കുന്ന നമസ്കാരം തുടങ്ങിയാൽ അസ്സലാമു അലൈക്കും എന്നുള്ളതിലെ മീമ് പറയുന്നത് വരെ ഒരു യാത്രയിൽ തന്നെ ആയിരിക്കണം, അത് ഷർത്താണ്. തുഹഫ 2 391 92, ഷർഹുൽ മൻഹജ് 1 607 ജമല് സഹിതം, അതുപോലെ ഷർവാനിയും 2 392. ഇനി ഖസ്റാക്കി നിസ്കരിക്കുന്ന വ്യക്തി 3-ാം റക്അത്തിലേക്ക് എഴുന്നേറ്റാൽ അവൻ ചെയ്യേണ്ട കാര്യം, ഔ ഖാമലഹ ഖാസിറുൻ ആമിദൻ ആലിമൻ, 3-ാം റക്അത്തിലേക്ക് ഖസ്റായി നമസ്കരിക്കുന്ന ഒരാൾ എഴുന്നേറ്റു, ആമിദൻ ആലിമൻ കരുതിക്കൂട്ടി അത് നിസ്കാരം ബാത്തിലാക്കുന്ന കാര്യമാണെന്ന് അറിഞ്ഞുകൊണ്ട് എഴുന്നേറ്റാൽ, ബിലാ മൂജിബിൻ ലി ഇത്മാമിൻ, പൂർത്തിയാക്കി നിർവഹിക്കലിനെ നിർബന്ധമാക്കുന്ന കാര്യങ്ങളൊന്നും അവിടെ ഇല്ലാതെയാണോ എഴുന്നേറ്റത്. ആ പൂർത്തിയാക്കി നിർവഹിക്കലിനെ നിർബന്ധമാക്കുന്ന കാര്യം ഏതുപോലൊക്കെ നീയത്തിഹി, ഓ ഇത്മാമിനാണ് കരുതി, ഔ നീയത്തി ഇഖാമത്തിന്, അല്ലെങ്കിൽ യാത്ര അവസാനിപ്പിച്ചു താമസിക്കുക എന്നുള്ളതിനെ കരുതി. ഇങ്ങനെ ഒന്നും ഇല്ലാത്ത ഒരു സാഹചര്യത്തിലാണ് ഓ 3-ലേക്ക് എഴുന്നേറ്റതെങ്കിൽ ബത്തലത്ത് സ്വലാത്തുഹു, നമസ്കാരം ബാത്തിലാണ്. ഏതുപോലെ കമാലോ കാമൽ മുത്തിമു ഇലാ റക്അത്തിൻ സായിദത്തിൻ, ആദ്യമേ 4 റക്അത്ത് നിസ്കരിക്കുന്ന ഒരാള് അധിക റക്അത്തിലേക്ക് എഴുന്നേറ്റാൽ, മനഃപൂർവ്വം എഴുന്നേറ്റ എന്താ അവസ്ഥ? ഒരു ളുഹർ 4 റക്അത്ത് നിസ്കരിക്കുന്ന ഒരാള് ഉദാഹരണമായി ഓൻ 5-ാം റക്അത്തിലേക്ക് എഴുന്നേറ്റു കരുതി കൂട്ടി അറിഞ്ഞുകൊണ്ട്, അപ്പൊ നിസ്കാരം ബാത്തിലാവും. അതുപോലെ പിന്നെ നിസ്കാരം ബാത്തിലാവും. ലായിൻ ഖാമ ലഹ, ഓന് ഈ 3-ാമത്തേലേക്ക് എഴുന്നേറ്റാലല്ല, സാഹിയൻ ഔ ജാഹില, മറന്നവനായിട്ടോ അതല്ലെങ്കിൽ എഴുന്നേൽക്കൽ ഹറാമാണെന്ന കാര്യം അറിയാതെയോ എഴുന്നേറ്റാലല്ല, ഫൽ യഉദ് ഇൻദ തദക്കുരി, അപ്പോ മടങ്ങി വരണം. അത് ഓർമ്മ വരുമ്പോ, മറന്നുപോയവനാണെങ്കിൽ, വിവരജാത പോയവനാണെങ്കിൽ, ഔ ഇൽമിഹി, അത് അറിയുമ്പോ മടങ്ങി വരണം. എന്നിട്ട് വയസ്തുദുൽ സഹ്വി, സഹ്വിന് വേണ്ടി സുജൂദ് ചെയ്ത് വയുസലിമു, സലാം കൂട്ടണം. എഴുന്നേറ്റാലുള്ളത് പോലെ തന്നെയാണ് വക്കദാ ലൗ സാറ ലിൽ ഖിയാമി അഖ്റബ, പ്രകാരം തന്നെയാണ് നൃത്തത്തിലേക്ക് ഒരു അടുത്തവനാണെങ്കിലും, നിന്നിട്ടില്ല, നൃത്തത്തിന്റെ അടുത്തെത്തിയിട്ടുള്ളൂ,
ബൽ വൈലം യസിർ ഇലൈഹി അഖ്റബ, നൃത്തത്തിലേക്ക് അടുത്തവനായിട്ടില്ല, നിൽക്കാൻ ഒരുങ്ങിയിട്ടേ ഉള്ളൂ. കാരണം ലിമാ മർറ സമ്മ അനിൽ മജ്മുഇ, മജ്മുഇൽ സഹ്വിന്റെ സുജൂദിന്റെ വിഷയം പറയുന്ന ആ ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്, അന്ന തഅമ്മുദൽ ഖുറൂജി അൻ ഹദ്ദിൽ ജുലൂസി മുബ്തിലുൻ, ഇരുത്തത്തിന്റെ പരിധിയെ തൊട്ട് പുറപ്പെടലിനെ മനഃപൂർവ്വമാക്കൽ നിസ്കാരം ബാത്തിലാക്കുന്ന കാര്യമാണ്. അപ്പൊ അങ്ങനെ ഒരാള് എഴുന്നേൽക്കാനായിട്ട് തുടങ്ങിയാൽ മതി മനഃപൂർവ്വം, എന്നാൽ തന്നെ നിസ്കാരം ബാത്തിലാക്കും എന്നാണ്. അത് മറന്നിട്ടാണെങ്കിൽ ഓന് വേഗം മടങ്ങി സഹ്വിന്റെ സുജൂദ് ചെയ്ത് സലാം വീട്ടാണ് വേണ്ടത്. ഫൈൻ അറാദ ഇൻദ തദക്കുലിഹി ഔ ഇൽമിഹി, ഇനി മൂന്നിലേക്ക് എഴുന്നേറ്റ ഒരാള് ഓൻക്ക് ഓർമ്മ വന്നപ്പോ, അതല്ലെങ്കിൽ ഓൻക്ക് വിവരമില്ലാതെ പോയവനാണെങ്കിൽ അത് അറിഞ്ഞപ്പോ ഓൻ ഉദ്ദേശിച്ചു യുത്തിമ്മ, ഏതായാലും അരിഞ്ഞത് 4 റക്അത്താക്കാം എന്ന് കരുതിയാൽ, ഉദ്ദേശിച്ചാൽ, അവിടുന്ന് അങ്ങോട്ട് അങ്ങനെ പറ്റൂല, ഓൻ എന്ത് ചെയ്യണം, മടങ്ങി വരണം, ഇരുത്തത്തിലേക്ക് മടങ്ങി വരണം. സുമ്മ കാമ, പിന്നെ എഴുന്നേൽക്കണം, മുത്തിമ്മൻ, പൂർത്തിയാക്കി നിസ്കരിക്കുന്നവനായ നിലക്ക്, ബിനിയത്തിൽ ഇത്മാമി, ഇത്മാമിനെ കരുതിക്കൊണ്ട് ഓൻ എഴുന്നേൽക്കുക വേണ്ടത്. കാരണം അന്നൽ ഖിയാമ വാജിബുൻ അലൈഹി, നൃത്തം ഓന്റെ മേൽ നിർബന്ധമായ ഒരു കാര്യമാണ്. ഖിയാമുഹു, ഇപ്പൊ നിന്നത് കാന ലഗവൻ, അത് ലഗവാണ്. അപ്പൊ നമുക്ക് നൃത്തം പൂർത്തിയാക്കി നിസ്കരിക്കുകയാണെങ്കിൽ നമുക്ക് നൃത്തം നിർബന്ധമാണല്ലോ. അപ്പൊ നിന്നത് നൃത്തമായിട്ട് പരിഗണിക്കൂല, അതുകൊണ്ട് ഇരുന്ന് എഴുന്നേൽക്കണം. ഷർഹുൽ മന്നജ് 1 606 607, തുഹ്ഫ 2 391. അപ്പോ ലായിൻ കാമല സാഹിയൻ എന്ന് പറഞ്ഞാൽ മറന്നവനായി നിന്നിട്ടില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അവിടെ ഐ ശറഅ ബിൽ ഖിയാമി, നൃത്തത്തിൽ പ്രവേശിക്കാന്നാണ് ഇവിടെയൊക്കെ ഉദ്ദേശം. വൈലം യസ്ർ ലിൽ ഖിയാമി അഖ്റബ, നൃത്തത്തിലേക്ക് അവൻ അടുത്തവനായിട്ടില്ലെങ്കിൽ പോലും, ലി അന്ന മുജറദൻ നുഹൂദി യുബ്തിലു അംദുഹു, കാരണം മനഃപൂർവം ആ തനിച്ച പൊന്തൽ തന്നെ, പൊന്താനുള്ള ആ നിൽക്കണമെന്നില്ല, ആ പൊന്തൽ തന്നെ, ഉയരൽ തന്നെ മനഃപൂർവ്വം ചെയ്ത നിസ്കാരം ബാത്തിലാക്കും. കുല്ലുമാ അബ്തല അംദുഹു യുസന്നു സുജൂദു ലിസഹ്വിഹി, മനഃപൂർവ്വം ചെയ്ത നിസ്കാരം ബാത്തിലാകുന്ന ഏതൊരു കാര്യവും അത് മറന്നു ചെയ്താൽ സഹ്വിന്റെ സുജൂദ് സുന്നത്തുമാണ്. ജമല് 1 607. അപ്പൊ ഈ നിലക്കാണ് കസറാക്കി നിസ്കരിക്കുന്ന ആളുകൾ 3-ാം റക്അത്തിലേക്ക് എഴുന്നേൽക്കുകയോ എഴുന്നേൽക്കാൻ ഉദ്ദേശിക്കുകയോ ഒക്കെ ചെയ്താൽ, മനഃപൂർവ്വമാണെങ്കിൽ അത് നിസ്കാരം ബാത്തിലാക്കുന്ന കാര്യമാണ്. മറന്നിട്ടാണെങ്കിൽ അവൻ അത് തിരിച്ചു വന്ന് സഹ്വിന്റെ സുജൂദ് ചെയ്യൽ അവന്റെ മേൽ നിർബന്ധവും സുന്നത്തുമാണ്. സഹ്വിന്റെ സുജൂദ് ചെയ്ത് സലാം വീട്ടണം. ഇതാണ് വേണ്ടത്. ഇതാണ് ഷർഹുൽ മന്നജ് 1 606 607 ജമൽ സഹിതം പറയുന്നത്. അതുപോലെ തന്നെ തുഹ്ഫ 2 391 പറയുന്നത്. ജമ്മ് ഖസറിന്റെ അധ്യായം ഇവിടെ അവസാനിച്ചു.